അപ്പോൾ ഞാനിങ്ങനെ നമ്മൾ അടുത്ത സ്പോട്ടിൽ പോകണ വഴിക്കാണത് ഇങ്ങനൊരു സംഭവം കണ്ടത്. ഇത് നിങ്ങൾക്ക് പോസ് ചെയ്ത് തുടങ്ങി ഒന്ന് കാണാം. കേംബ്രിഡ്ജ് റിവർ ബാങ്ക് സിസ്റ്റം എന്നാണ് ഇതിൻ്റെ പരിപാടി. ഇതേപോലെ മറ്റേ ബ്ലോക്ക് ചെയ്ത് വെള്ളം എടുക്കണതിൻ്റെയൊക്കെ എന്തോ സിസ്റ്റമാണ്. ഈ വെള്ളം നമ്മൾ വീട്ടിലോട്ടൊക്കെ എത്തിക്കാൻ രീതിയിൽ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതേപോലത്തെ സെറ്റപ്പ് ചെയ്തിട്ടുള്ളൊരു സ്ഥലം. അങ്ങനെ ആണ് ഈ ഒരു സ്പോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ കയറാൻ പറ്റുമോ? പറ്റും. എന്തായാലും ഈ ഒരു വഴിയിലോട്ട് പൊയ്ക്കുമ്പോഴാണ് ഇവിടെ ഒരു ബോർഡ് വരുന്നത്, ഹിസ്റ്റോറിക് സിറ്റി ഹാൾ, ഹിസ്റ്റോറിക് ഡൗൺ ടൗൺ ഡിസ്ട്രിക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ചിലപ്പോൾ അതായിരിക്കാം. നമ്മളെ മറ്റേ ബിൽഡിങ്ങൊക്കെ പഴയ മോഡലൊക്കെ ചെയ്തിട്ടുണ്ടോണ്ട് ആ ഒരു സിസ്റ്റമാറ്റിക് പഴയ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള പരിപാടി. ഇത് ഞാൻ നമ്മളെ ഗൂഗിൾ ഫോട്ടോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പൊളിഞ്ഞ ബിൽഡിങ്ങും സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഈ ബിൽഡിങ്ങിനെ പറ്റി അതിന് അധികമായിട്ട് നെറ്റിൽ കിട്ടിയില്ല. എന്തായാലും നമുക്ക് കയറി നോക്കാം. അത്ര ആവുന്നില്ല. കൊള്ളാമെന്നല്ല. കണ്ടോ ഒരു കയാക്ക് ചെയ്ത് പോകുന്ന ഒരാളുണ്ടോ? ഉറങ്ങുന്നു അവിടെ ഇരുന്ന്? ഇല്ല. ഇത് ജസ്റ്റ് എന്തോ ഒരു പഴയ മോഡൽ എന്തോ ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഈ വെള്ളത്തിൻ്റെ എന്തെങ്കിലും തന്നെ ഇരിക്കും. ജസ്റ്റ് ഒരു റെഫറൻസ് അവിടെ കണ്ടിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണെങ്കിൽ മിക്കവാറും വെള്ളത്തിൻ്റെ എന്തോ റിസർവർ ചെയ്യാൻ വേണ്ടിയോ അല്ലെങ്കിൽ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് എന്തോ ആണ്. കണ്ടോ, ഇത് കണ്ടോ, ഒരു ഡൂമോരൊക്കെ ഇരിക്കുന്നൊരു സാധനം കണ്ടോ. താഴോട്ടൊക്കെ ഇറങ്ങാനുണ്ട്, പക്ഷേ ക്ലോസ്ഡ്. ഫ്ലഡ് കാരണം ഇവിടെ അത്രയും സീനാണ്. ഓക്കെ, എന്താണ് സംഭവം അറിയത്തില്ല. ഇത് തടിയല്ലേ, ജസ്റ്റ് എന്തോ ഒരു ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാണുമായിരിക്കും. അതിനെ ജസ്റ്റ് ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് വെച്ചിരിക്കണമായിരിക്കാം. ആണോ എന്താ അറിയില്ല അതിനെ പറ്റി. ഇത് വേറൊരു ട്രെയിലാണ്, പക്ഷേ നേരത്തെ പറഞ്ഞത് ഫ്ലഡ് കാരണം ക്ലോസ് ചെയ്തിട്ടേക്കാണ്. കണ്ടോ, കേംബ്രിഡ്ജ് സിറ്റികൾ, ബിൽഡിങ്ങും കാര്യങ്ങളും. എന്തായാലും നല്ല മുടിഞ്ഞ വെയിൽ. ഇനി കുറച്ചും കൂടെ ദൂരം നടക്കമുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് വലിയ കാര്യത്തിനെ കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തുകൊണ്ട് വന്നിരുന്നു. നമുക്ക് നേരെ അത് ചെയ്യണ്ട. ഇവിടെ സീറ്റുണ്ട്, പക്ഷേ നല്ല വെയിൽ. മരത്തിനടിയിലേക്ക് ഇരിക്കുക. നമ്മൾ കഴിക്കാനായിട്ട് ഫുഡൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് ഞാൻ തന്നെ കൊണ്ടുവന്ന ഒരു ഫുഡുണ്ട്. വേറെ നല്ല ചോറും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു വെറൈറ്റി ആയിട്ട് വിചാരിച്ച്. അപ്പോൾ ഞാൻ അങ്ങോട്ടൊക്കെ ഇരിക്കാനൊക്കെ സ്ഥലം കുറവായിരിക്കും, അല്ലെങ്കിൽ തന്നെ വെയിലായിരിക്കും ഇരിക്കുന്നതെല്ലാം. ഇതൊരു നല്ല സ്പോട്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഫുഡ് അടിക്കാം. നമുക്ക് കായലിൻ്റെ അരികത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ അടിക്കാം. ഞാൻ ബാഗിലൊക്കെ ആക്കി ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ആരും പിടിക്കാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ ഇരിക്കണമെന്ന് കുഴപ്പമുണ്ടോ തോന്നും. എന്തായാലും ഒരു വെള്ളം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, അച്ചാറാണ് പേടിക്കേണ്ടത്. നമുക്കൊരു പേപ്പർ എടുക്കാം. ഞാൻ എൻ്റെ റെസ്യൂമൊക്കെയാണ് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള പേപ്പറിട്ട്. കാരണം ഇഷ്ടം പോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ചോറും മുട്ടയാണ്. ഇത് കുരുമുളകാണ്. മുട്ടയും കുറച്ച് അച്ചാറും തൈരട്ടൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അന്നേരം കഴിച്ചു തുടങ്ങാം. എന്തായാലും കേസ് ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്ക് കഴിച്ചിട്ട് ബാക്കി പരിപാടിയോട്ട് പോകാം. അങ്ങനെ നമ്മൾ റിവറിൻ്റെ സൈഡൊക്കെ ഇരുന്ന് ഫുഡൊക്കെ അടിച്ച് സെറ്റായതാ പോകാൻ പോണ്. നമുക്കിനി സമയമില്ല. ഇപ്പം തന്നെ 4 മണി ആവാറായി. ഇവിടെയൊക്കെ കുറച്ച് വേസ്റ്റൊക്കെ ആരൊക്കെ ഇട്ടിട്ട് കണ്ട. വേസ്റ്റ് ഇടല്ലേ, ഒരിക്കലിടല്ലേ. ഓക്കെ, അതിപ്പോൾ ഇവിടെ ആയാലും നാട്ടിലായാലും, പ്രത്യേകിച്ച് നാട്ടിൽ ഇടാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ അവിടെ കുറേ സ്ഥലത്തൊന്നും ഈ വേസ്റ്റ് ബിൻസ് ഇല്ല. ഇവിടെ ഇപ്പോൾ ഇതേപോലെ അകത്തോട്ടായ സ്ഥലത്താണ്. അല്ലാതെ ഇപ്പോൾ സിറ്റി സൈഡിലൊക്കെ വേസ്റ്റ് ബിൻസാണ്. നമ്മളവിടെ അങ്ങനെ ഉണ്ട്, പക്ഷേ നേരെ ഉപയോഗിക്കും, അത്രേ ഉള്ളൂ. എന്നാൽ ഒരു സീനും ഇല്ല. അപ്പം നല്ല വൃത്തിയായിട്ട് എല്ലാം കിടന്നോളൂ. അപ്പോൾ എന്തായാലും എനിക്കത് തോന്നിയിട്ട് പറഞ്ഞതാണ്. കാരണം ഇവിടെ ഒരു വേസ്റ്റ് ഏതൊരു മാക്രത്തിലിട്ടിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ
നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകും. എന്തായാലും ഇനിയും ഒരു 400 മീറ്റർ നടക്കാറുണ്ട്. ഫുള്ളായി. പ്ലീസ് എന്തായാലും നമുക്കിനി സമയം വേണ്ട, നേരെ പോവാം. അല്ലെങ്കിൽ മൊത്തം ലേറ്റായിപ്പോൾ. പിന്നെ ഇവിടെ ഒരു നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ രാത്രിയാവും, 9 മണിയൊക്കെ ആവും രാത്രിയാവും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇരുട്ടി പോവില്ല. ഇരുട്ടി പോലും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തണുക്കും. പിന്നെ ആകുമ്പോഴേ ഇരുട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് തണുക്കാൻ തുടങ്ങും. ആ ഒരു സീനില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതായിരിക്കും നല്ലത്, പെട്ടെന്ന് പോയി കാണാം. ഇവിടെ നല്ല ബിൽഡിംഗ് ഉണ്ട്, പൊള്ളി ബിൽഡിംഗ്, നല്ല തണുപ്പ്. നമ്മൾ ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്ക് അറിയാൻ മറ്റേ വെള്ളയമ്പലം ആ സൈഡൊക്കെ ഇതേപോലെ മരങ്ങളൊക്കെ ഉള്ള പൊളിയ, നടന്നു പോകാനൊക്കെ വൈബ. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞൊരു സ്ഥലമുണ്ടല്ലേ, അപ്പോൾ അത് എത്തിയിട്ടുണ്ട്. സോ അതൊരു ചെറിയൊരു പാലമാണ്, ഒരു വെറൈറ്റിയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്ഥലം. ഇതിൽ ഇങ്ങനെ കയറി ഓക്കെ, അടിസക്കെ അടിപൊളി ഒരു സ്റ്റീൽ ബ്രിഡ്ജാണ്. നല്ല ആൾക്കാരുണ്ട്, കണ്ടോ, നല്ല സൂപ്പറല്ലേ. ഫിഷിങ്ങിനൊക്കെ ഇറങ്ങിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടാണ് നമുക്ക് പോകാനുള്ളത്. നല്ലൊരു ഹിസ്റ്റോറിക് സ്ഥലം പോലെയാണ് പറഞ്ഞല്ലോ. സംഭവം ശരിയാണ്. കാരണം ഒരുമാതിരത്തെ പഴയ ടൈപ്പ് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനൊക്കെ, നല്ല കൊള്ളാം. ബട്ട് കണ്ടോ, നമ്മൾ നേരത്തെ വരുന്ന വഴിക്ക് ഇടയ്ക്കൊരു വെള്ളം റിവറിലോട്ട് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ആ ഒരു ഇതായിരിക്കണം. അവിടെ നല്ലൊരു ഇൻഫ്ലോ ഉണ്ട്, മീൻ പിടിക്കാനൊക്കെ കുറേ ആൾക്കാരുണ്ട്. നമ്മളവിടെയുള്ള നേവി ഇതാ പോകുന്നു. ഇവിടെ നല്ലൊരു പോസ്റ്റ് ഓഫീസ്, പഴയ ബിൽഡിങ്, നല്ല കിട്ടില്ല പോസ്റ്റ് ഓഫീസ് പഴയത് കണ്ടോ. ഇത് വേറെന്തോ ഒരു ബിൽഡിങ്ങാണ്. ഇവിടെ നല്ല കുറേ പഴയ ബിൽഡിങ്ങിൽ കാണാൻ നേരത്തെ പറഞ്ഞവർ തന്നെ കണ്ടോ. ഓക്കെ, സോ ഇതാണ് നമ്മളെ എന്തായാലും പോസ്റ്റ് ഓഫീസ് കൊള്ളാം, പൊളിച്ചു. നമുക്കിനി അടുത്തൊരു ഓൾഡ് ബിൽഡിങ് ഇവിടെ എവിടെയെങ്കിലും കാണാതിരിക്കത്തില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ ഒരു സ്പോട്ടുണ്ട്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബ്രിഡ്ജായിരിക്കണം. നോക്കട്ടെ, കണ്ടിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ബ്രിഡ്ജല്ല, ജസ്റ്റ് ഒരു വ്യൂ സ്പോട്ടാണ്. ഒന്ന് കയറി കാണാം. കൊള്ളാലോ. ഓക്കെ, ദിസ് ഈസ് നൈസ്. നടന്നു പോകാനൊക്കെ ഒരു നല്ലൊരു വൈബസില. മരങ്ങൾ ഉണ്ടുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഒത്തിരി കുഴപ്പമില്ല, വെയിലടിക്കാതെ അങ്ങ് പോകാമായിരുന്നു. കണ്ടോ, നമ്മൾ റിവറിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകാം. കുറേ ആൾക്കാർ ഇതാ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ റെസ്റ്റൊക്കെ എടുത്തങ്ങ് ഇരിക്കുകയാണ്. നല്ല ചില്ലൊക്കെ അടിച്ചത് ഒരു അപ്പാപ്പം എന്താ അവിടെ താഴെ ഇരുന്ന് വീടിക്ക് വലിച്ചങ്ങ് ഇരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ അങ്ങനെ വൈബടിച്ചങ്ങ് ഇരിക്കുന്നു. നമുക്ക് അത് കൊള്ളാമല്ലേ സ്ഥലം. എന്തായാലും ആ ഒരു വെള്ളം ഇങ്ങനെ റിസർവർ കെട്ടി വെച്ചേക്കുന്നത് നല്ല വൈബാണ്. റിവറിൻ്റെ സൈഡിൽ തന്നെ കുറേ നല്ല പരിപാടികളുണ്ട്. കാരണം ഇത് പഴയ കാലത്ത് ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു ഊഹം. കാരണം വേറെ ഒന്നും എഴുതിയിട്ടില്ല ഇതിനെപ്പറ്റി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത് പഴയ രീതിയിൽ എന്തോ ചെയ്തിട്ടുള്ളതാണ്. ഒന്നെങ്കിൽ പഴയതായിരിക്കാം, പണ്ട് ഇതേപോലെ ഒരു ഓഡിയൻസിനൊക്കെ ഇരിക്കാൻ രീതിയിൽ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരിക്കും. ഇവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ നടത്തുന്ന രീതിയിൽ. കാരണം അവിടെയൊക്കെ കുറേ അങ്ങനെ സ്പോട്ടിലുണ്ട് ഇങ്ങനെ ഇറങ്ങി നിൽക്കാനൊക്കെ രീതിയിലൊക്കെ. മനസ്സിലായോ? കണ്ടോ അവിടെയൊക്കെ ആ സ്പോട്ടിലൊക്കെ. അപ്പോൾ
അങ്ങനെ എന്തോ ഒരു പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതാണ് മെയ്സ് സിറ്റി എന്ന് പറഞ്ഞിട്ട് മെയ്സ് റേസ് സിറ്റി എന്നാണ് എഴുതിയത്. അപ്പോൾ റേസ് സിറ്റി എന്ന് കൊടുത്ത സ്ഥിതിക്ക് മിക്കവാറും ആ കയാക്കിങ്ങിൻ്റെ മെയിൻ എന്തെങ്കിലും ആയിരിക്കും. കാരണം കയാക്കാണ് ഇവിടെ ഒരു എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്നൊരു സ്പോർട്ടിങ് ആക്ടിവിറ്റി. സോ ആ ഒരു മെയ്സ് റേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്തായാലും ആ കയാക്കിൻ്റെ റേസിങ് കാണാനായിട്ടൊക്കെ ആൾക്കാർ തടിച്ചുകൂടി നിൽക്കാൻ സാധ്യതയുള്ളൊരു ആൾക്കാർക്ക് നിൽക്കാനുള്ള സ്പോട്ടാണെന്ന് തോന്നുന്നത്. കാരണം ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇതേപോലെ നല്ല വിശാലമായിട്ട് ഇങ്ങനെ റിവറിനെ ഫേസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാനും ഇരിക്കാനായിട്ടൊക്കെ രീതിയിൽ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ അതായിരിക്കാം സംഭവം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ നമുക്ക് നടന്ന് നിൽക്കാനുള്ള ദൂരമേ ഉള്ളൂ, ഐ മീൻ പൊക്കമേ ഉള്ളൂ. എന്നാലും അവിടെ ഇവിടെയൊക്കെ എത്തി താഴ്ചയുണ്ട്. കയാക്കിങ്ങിന് പറ്റിയ ഒരു സ്പോട്ടാണിത്. സോ അതുകൊണ്ടായിരിക്കാം എന്തായാലും നല്ലൊരു സ്പോട്ട് തന്നെ. നമുക്കിനി പറഞ്ഞ സമയം കളയണ്ട. എന്തായാലും ഇതാണ് ഇവിടുത്തെ മെയ്സ് റേസ് സിറ്റിയുടെ ഒരു വിശേഷം. നമുക്ക് നേരെ ഇനി അടുത്തയിലോട്ട് പോകാം. അടുത്തത് ഇനി ഇവിടെ നിന്നൊരു 500 മീറ്റർ നടന്ന് നമുക്ക് പോകാനുണ്ട്. ഇത് അതിൻ്റെ വെള്ളം ബ്ലോക്ക് ചെയ്തിട്ടേക്കാൻ വേണ്ടിയുള്ള ഒരു റിസർവോയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമായിട്ട് സെറ്റപ്പ് വെച്ചേക്കാണ് ഇത്. എന്തായാലും കൊള്ളാം ഈ പരിപാടി. സോ നമുക്കിനി നേരെ അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ബട്ട് ഇനി നമുക്ക് 2 സ്ഥലത്തും കൂടെ പോകണ്ടായിരുന്നു, അത് പോകാൻ പറ്റിയില്ല. കാരണം ആദ്യത്തെ സ്ഥലം അത്ര മോശമായിരുന്നു. അങ്ങനെ നമുക്ക് പോകാൻ പറ്റുന്ന സാഹചര്യവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോയില്ല. അത്ര മോശം എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ പറയാനാ, ആൾക്കാരൊക്കെ അത്ര ഒരു ഫ്രണ്ട്ലി രീതി അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് കൂടുതലധികം പോകുന്നില്ല. സോ രണ്ടാമത്തെ സ്ഥലം നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഒരു പാർക്കാണ്. അപ്പോൾ ആ ഒരു പാർക്കിലോട്ട് പോകാനായിട്ട് വീണ്ടും എനിക്ക് ഏകദേശം ഒരു 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു. സോ ഞാൻ അതിന് വേണ്ടി ബസ്സിന് വെയിറ്റ് ചെയ്തു. ഒരു മണിക്കൂർ അടുപ്പിച്ച് ബസ്സിന് വെയിറ്റ് ചെയ്ത് കിട്ടി. അതിനുശേഷം രണ്ടാമത്തെ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് എത്തിയതും ആ രണ്ടാമത്തെ ബസ് അവിടെ നിന്ന് പോയി. രണ്ടാമത്തെ ബസ് അവിടെ നിന്ന് പോയതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യുന്ന വിചാരിച്ച് സമയം നോക്കിയപ്പോഴേക്കും ആ ബസ് ഇനി വരാനായിട്ട് 1 മണിക്കൂർ എടുക്കും. സോ എല്ലാം കൂടെ പിന്നെ നല്ല രാത്രിയാവും, ലേറ്റാവും. ആക്ച്വലി തിരിച്ച് വീട്ടിലെത്താൻ തന്നെ നല്ല ലേറ്റാവും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബസ് ഇനി എപ്പോഴാണെന്ന് ഒരു അറിയത്തില്ല. തിരിച്ച് എങ്ങനെയാണ് വരേണ്ട, ബസ് ഇനി എപ്പോഴാണെന്ന് ഒരു അറിയത്തില്ല. സോ അതുകൊണ്ട് പിന്നെ റിസ്ക് എടുക്കാൻ നിന്നില്ല, പാർക്കിലോട്ട് പോയില്ല. നമ്മൾ പിന്നെ നേരെ ബാക്കിയുള്ള 2 സ്ഥലം ക്യാൻസൽ ചെയ്ത് നേരെ വീട്ടിലോട്ട് വരാൻ പ്ലാൻ ഇട്ടു. പിന്നെ അടുത്ത ആ ഒരു പാർക്ക് ഫോക്കസ് ചെയ്ത് വീഡിയോ എന്തായാലും വരുന്നതാണ്. അപ്പോൾ എന്തായാലും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടയക്കുക. ഓക്കെ, സോ ആ വീഡിയോ മിസ് ഔട്ട് ചെയ്യല്. സോ എന്തായാലും തിരിച്ച് ഞാൻ വീട്ടിൽ പോകുന്നു. അപ്പോൾ തിരിച്ച് വീട്ടിൽ പോകണമെങ്കിൽ ഏതാണ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കണം. കാരണം നല്ല ദൂരമായി പോയതുകൊണ്ട് പല സ്ഥലത്തോട്ട് ബസ് സ്റ്റോപ്പൊക്കെ ആയതുകൊണ്ട് തപ്പിയെടുത്ത് ഞാൻ അത് കണ്ടുപിടിക്കണം. ഇനി തിരിച്ച് വീട്ടിൽ പോകണം. ഓക്കെ, സോ ഗായ്സ്, എന്തായാലും വീഡിയോ ഇതുവരെയൊക്കെ കണ്ടിരുന്നെങ്കിൽ വളരെയധികം നന്ദിയുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കൊക്കെ ചെയ്തേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക. കാരണം ഈ സ്ഥലത്ത് എന്തൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞൊക്കെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഫ്രണ്ട്സും അവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമ്മളെ വ്യൂസ് അധികം റീച്ച് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ ചാനലിനെയും ഒന്ന് ഗ്രോ ചെയ്യണം. അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ കാണുമായിരിക്കും. ബൈ ബൈ.